എന്നാലും മത്സരത്തിൽ തോറ്റെങ്കിലും നിലവിലെ ചാമ്പ്യന്മാരെ വിറപ്പിച്ചാണ് ഈജിപ്തിന്റെ മടക്കം എന്ന് പറയാതെ വയ്യ. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ആദ്യ ജയം, ആദ്യ നോക്കൌട്ട് മത്സരം തുടങ്ങി ഒരുപിടി നേട്ടങ്ങളുമായി തല ഉയർത്തി തന്നെയാണ് ഈ ഫറോവൻ സംഘത്തിന്റെ മടക്കം. നൈൽ നദിയുടെ തീരത്തെ ചരിത്രമുറങ്ങുന്നൊരു നാട് ഈജിപ്ത്. തലയെടുപ്പോടെ നിൽക്കുന്ന പിരമിഡുകളോളം ഉയരമുണ്ട് അവരുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക്. വർഷങ്ങൾ നീണ്ട സ്വപ്ന സാക്ഷാത്കാരത്തിനായി മുഹമ്മദ് സല എന്ന താരത്തിന്റെ തോളിലേറി അമേരിക്കൻ മണ്ണിലേക്ക് വന്നിറങ്ങിയ സംഘം 8 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ലോകകപ്പ് വേദി നേടാൻ ഏറെയുണ്ടെന്ന ഉറച്ച വിശ്വാസം. ആദ്യ മത്സരത്തിൽ കരുത്തരായ ബെൽജിയത്തോട് സമനില. രണ്ടാം മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 3-1 തോൽപ്പിച്ചു. പിറന്നത് ചരിത്രം. 92 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. വിശ്വവേദിയിലെ ആദ്യ ജയം. തോൽവി അറിയാതെ ചരിത്രത്തിലാദ്യമായി ഗ്രൂപ്പ് ഘട്ടം കടന്നു. നോക്കൌട്ടിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തകർത്ത് അവസാന 16ലേക്ക്. അറ്റ്ലാന്റയിൽ എതിരാളികളായി എത്തിയത് ലോക ചാമ്പ്യന്മാർ. പോരാടാനുറച്ച ഫറോവൻ സംഘത്തെയായിരുന്നു മത്സരത്തിൽ കണ്ടത്. ആൽബി സെലസ്റ്റുകളുടെ ഇടനെഞ്ച് തകർത്ത് ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ ലീഡ് ഉയർത്തി. മത്സരം വരുതിയിലാക്കിയെന്ന ഉറപ്പിച്ച നിമിഷങ്ങൾ. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്തൊരുവനും സംഘവും അവസാന 10 മിനിറ്റിൽ ആ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. മുന്നിൽ നിന്ന് നയിച്ച നായകൻ മുഹമ്മദ് സല ഇനിയൊരു ലോകകപ്പിനുണ്ടാകില്ലെന്ന ഉറപ്പാണ്. എങ്കിലും പോരാട്ടത്തിന് മൂർച്ച കൂട്ടാൻ കഴിയുന്ന അസ്ത്രങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് ആ സംഘത്തിൽ. മിഷിഹായെയും സംഘത്തെയും വെള്ളം കുടിപ്പിച്ച ഈ വീര്യം ചോരാതിരിക്കട്ടെ മുന്നോട്ടുള്ള കാൽപന്ത് യാത്രയിൽ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.